നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലോകമെമ്പാടുമുള്ള സൂര്യയുടെ ആരാധകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കങ്കുവ. ശിവയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സിനിമയിൽ മറ്റു പ്രധാന വേഷത്തിലെത്തുന്നത് ഹിന്ദി നടനായിട്ടുള്ള ബോബി ഡിയോളാണ്. ബോബി ഡിയോളാണ് സിനിമയിൽ നെഗറ്റീവ് ഷെയ്ഡിലെത്തുന്നത്. കങ്കുവയുടെ ഇതിനു മുമ്പുള്ള ടീസറും ട്രെയിലറും ഒക്കെ നമ്മൾ കണ്ടതാണ്. സൂര്യയുടെ മേക്ക് ഓവർ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 10ഓളം ലാംഗ്വേജിലാണ് സിനിമ ഒരുങ്ങുന്നത്. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ. 14-ാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിനിമ. അതോടൊപ്പം തന്നെ സൂര്യ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. തമിഴ് സിനിമാ ലോകം ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള തമിഴ് സിനിമകളിൽ വെച്ച് ഏറ്റവും വലിയൊരു വിജയം നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ. എനിക്ക് തോന്നുന്നു ടോപ്പ് കളക്ഷനിൽ നിൽക്കുന്നത് വിജയുടെ സിനിമയാണ്. ഒരു പക്ഷേ ചിലപ്പം കങ്കുവ പോസിറ്റീവ് റെസ്പോൺസ് ആണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയെ തൂക്കി സൂര്യ മുന്നിലേക്ക് എത്തും എന്ന് തന്നെയാണ് ആരാധകരുടെയും ഒരു പ്രതീക്ഷ. ഇന്നലെ സിനിമയുടെ ഒരു ട്രെയിലർ ഇവർ പുറത്തുവിട്ടിരുന്നു. നമുക്ക് ജസ്റ്റ് എന്തായാലും ആ ട്രെയിലർ ഒന്ന് കാണാം. ട്രെയിലർ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് വരാം. கருங்காட்டு புலிக்கூட்டம் ஒன்னா உருமிச்சுனா அடிவான இடி தர இறங்குச்சுன்னா ஒரே ஒரு காரணம் தான் கங்கா. எதிர்த்து நிற்கிறது யாரு? எதிர்கொள்வோம். எதிரி കങ്കുവ 14-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ അതിനു മുമ്പാണ് ഇതിന്റെ ഒരു റിലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ട്രെയിലർ അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഒരു ട്രെയിലറിൽ സൂര്യയുടെ 3 വ്യത്യസ്ത ഗെറ്റപ്പുകൾ കാണുന്നത്. ഇനി ഇതിന്റെ ഒരു CG വർക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഗ്രാഫിക്സ് ഒക്കെ എത്രത്തോളം മികവുറ്റതാകുന്നു അത്രത്തോളം സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും. കാരണം ആക്ഷൻ രംഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ കളർ ഗ്രേഡിങ്ങും BGM എല്ലാം ഒന്നിനൊന്നിന് ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത്. പിന്നെ സൂര്യ, അത് നമ്മൾ പറയണ്ടല്ലോ അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മാനറിസം ഒക്കെ അതൊരു വേറെ ലെവല് തന്നെയാണ്. സൂര്യയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരിക്കും ഈ സിനിമയ്ക്കകത്തുള്ളത്. എന്നാലും ശിവ ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഒരുപാട് ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഡയറക്ടർ കൂടിയാണ്. ബാക്കിയെല്ലാം സിനിമ കണ്ടതിന് ശേഷം നമുക്ക് വിശദമായ രീതിയിൽ ഒരു റിവ്യൂമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നിയത്, സിനിമ ബ്ലോക്ക് ബസ്റ്ററോ അല്ലെങ്കിൽ അതിനപ്പുറം പോകുമോ ഇല്ലേ എന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമ്മൾ അടുത്തൊരു വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും